കോഴിക്കോട് പുറമേരിയിൽ ഇലക്ട്രിക് ലൈറ്റ് കടയിൽ വൻ തീപിടുത്തം. പുറമേരി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ കടയിലാണ് തീപിടുത്തമുണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് നോക്കാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഈ തീപിടുത്തം ഉണ്ടാകാനുണ്ടായ കാരണം അതെന്തായിരുന്നു എന്നതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? ഈ കടയ്ക്കുള്ളിൽ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? തീപിടുത്തത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ട് ചിത്രം ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ളവയാകാം അപകടത്തിലേക്ക് നയിച്ചിരുന്നത്. പക്ഷേ അന്തരീക്ഷത്തിൽ ചൂട് കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ പോലും വലിയ രീതിയിൽ ആഞ്ഞ് കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ലൈറ്റ് കടയിലാണ്, ഇലക്ട്രിക്കൽ സാമഗ്രികളൊക്കെ വിൽക്കുന്ന തരത്തിലുള്ള ഒരു കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ഇലക്ട്രിക്കൽ സാമഗ്രികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീ വലിയ വേഗത്തിൽ ആഞ്ഞു പിടിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഇതിനടുത്ത് തന്നെയാണ് പുറമേരി സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നത്. സമീപത്ത് മറ്റ് കടകളുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാദാപുരത്തു നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പെട്ടെന്ന് സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ നഷ്ടം സ്ഥാപനത്തിനുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റിടങ്ങളിലേക്ക് കാര്യമായി വ്യാപിക്കുന്നത് തടഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഒരു നാശനഷ്ടം മറ്റു സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വി ജോയ് MLAയും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. സമരാനുകൂലികൾ സംസ്ഥാന വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞു. പലയിടത്തും സംഘർഷ സമാന സാഹചര്യവുമുണ്ടായി. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്ന എന്താ എനിക്ക് ഓരോർപ്പില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യങ്ങൾ. അതേസമയം ഹർത്താലിലെ അതിക്രമങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി അവധിക്കാല ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഹർത്താൽ ആക്രമണങ്ങളിൽ കേസെടുത്തത് സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നൽകി. സംസ്ഥാനത്താകെ 27 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് DGP. അക്രമങ്ങളിൽ 101 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും DGP വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.